ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊരു കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുവാനും കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവളായിത്തീരുവാനും എന്നെ എൻ്റെ കുടുംബത്തെയും കർത്താവ് എടുത്ത് ഉപയോഗിച്ച ആ ഒരു മാർഗങ്ങളെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയേറെ ഒരു സാക്ഷ്യത്തിൻ്റെതായ അവസ്ഥകളിലേക്ക് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. അതേ രീതിയിൽ തന്നെ കർത്താവിൻ്റെ വേലയിലും കർത്താവിൻ്റെ വേല അതിശ്രേഷ്ഠമായി ചെയ്തു പോകുവാനും ഇന്നും ദൈവം ഞങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ഒരു കരുണയും കർത്താവിൻ്റെ ഒരു നടത്തിപ്പും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെടാമോ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള അതേ തിരുവചന പ്രകാരം ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. സങ്കീർത്തനം 115:12 ഇങ്ങനെ പറയുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് ചുറ്റുപാടുകളെ നോക്കിക്കഴിഞ്ഞാൽ, ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജനം അനുഗ്രഹത്തിനു വേണ്ടി, അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി അനേക ഇടങ്ങളിലേക്ക് ഓടി നടക്കുന്ന ഒരു കാലയളവാണിത്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ഒരു ഭക്തന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി ദൈവം നമ്മെ ഒന്ന് ഓർക്കണം. നമ്മൾ പല രീതിയിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ ദൈവം നമ്മളെ ഓർക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും അതിനെ ചിന്തിക്കാറില്ല. ഇവിടെ സങ്കീർത്തനത്തിൽ എടുത്തു പറയുകയാണ്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. ദൈവം നമ്മെ ഓർക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവിക വഴികളിൽ കൂടി മാത്രമേ നമ്മൾ മുൻപോട്ട് ഓരോ പ്രയാണങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അനുഗ്രഹങ്ങൾ മാത്രമല്ല ലോക ജീവിതത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. സമ്പത്തുകൾ കൊണ്ടോ വിലപിടിപ്പുള്ള കാറുകൾ കൊണ്ടോ ഭവനമോ അല്ലെ അതേ രീതിയിലുള്ള ഏത് കാര്യങ്ങൾ കണ്ടാൽ മനുഷ്യർ പറയും അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നല്ല പറയുന്നത്, അവർ അനുഗ്രഹിക്കപ്പെട്ടു. എന്തുകൊണ്ട്? എന്നാൽ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക്, അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകും അവരിൽ സമാധാനമോ സന്തോഷമോ ഒന്നും തന്നെ ഇല്ല. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ പലതും നേടുമെന്നുണ്ടെങ്കിലും സന്തോഷകരമായ ഒരു ജീവിതം, ദൈവത്തെ കൂടാതെയുള്ള ഒരു ജീവിതം ഒരിക്കലും സന്തോഷകരമായി തീരത്തില്ല. യഹോവ എവിടെയെല്ലാം ഓർത്തിട്ടുണ്ടോ, ആരെയൊക്കെയോ തിരുവചന സത്യങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആരെയൊക്കെ ദൈവം ഓർത്തോ അവിടെയെല്ലാം അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം-അധ്യായത്തിന്റെ 1-ാമത്തെ നോഹയെ ദൈവം ഓർത്തു. നോഹയെ ദൈവം ഓർത്തപ്പോൾ നോഹയെ മാത്രമല്ല ഓർത്തത്, നോഹയുടെ കൂടെ ദൈവം പെട്ടകത്തിൽ കയറുവാൻ പറഞ്ഞ സകലതിനെയും ദൈവം ഓർത്തു. പക്ഷി മൃഗാദികള് സ്വന്തത്തിലുള്ളതിനെ എല്ലാത്തിനെയും ആ പെട്ടകത്തിനകത്ത് കയറുവാൻ പറഞ്ഞതുകൊണ്ട് അല്ലെ, ആ ദൈവം അവനോട് പറഞ്ഞ രീതിയിൽ 6-ാം അധ്യായം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, 6-ാം അധ്യായത്തിന്റെ 1 മുതൽ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വീരന്മാരും ശ്രേഷ്ഠന്മാരും അനേകരെ ദൈവത്തിന്റെ പുത്രന്മാരും ഒക്കെ ഉണ്ടായിട്ടും ഒരു നോഹയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ട്? 6-ാം പറയുന്നു, നോഹയ്ക്കോ യഹോവയുടെ കൃപ ലഭിച്ചു. 9-ാം വീണ്ടും പറയുന്നുണ്ട്, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അവസ്ഥകൾക്കൊപ്പിച്ച് ഓടി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള പാതകളിലേക്ക് കടന്നു പോകാൻ കഴിയത്തില്ല. നോഹയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നോഹ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളിലും അതേ രീതിയിൽ അനുസരിക്കുന്നവനായിരുന്നു. തന്റെ ജനം വഴിവിട്ടു പോയപ്പോൾ, മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു പോയപ്പോൾ, ദൈവ സാന്നിധ്യം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ, അവരെല്ലാവരും ഉള്ളപ്പോഴും
ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു, നോഹയെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? 9-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്ന് പലരും ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും നമുക്ക് മനസ്സിലാകും. വംശ പാരമ്പര്യം നോഹയുടേതുപോലെ ആണോ നമ്മുടേതെന്ന്. ഇന്ന കുടുംബങ്ങളിൽ പിറന്നവരാണ്, ഇന്ന മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ടവരാണ്, ഇത്രമാത്രം ഞങ്ങൾക്ക് കോടികളുടെ ആസ്തിയുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഇവിടെ പറയുന്നില്ല. നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു നോഹ. ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തോട് കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെതായ കൽപ്പനകൾ അതേ രീതിയിൽ അനുസരിക്കുകയും അതേ രീതിയിൽ പ്രവർത്തിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്യണം. നോഹയെ ദൈവം ഓർത്തു. യെശയ്യാവിന്റെ 62-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയെ ഓർപ്പിച്ചുകൊള്ളാൻ പറയുന്നുണ്ട്. ദൈവത്തെ ഓർപ്പിക്കുക. ദൈവജനം എപ്പോഴും ദൈവത്തെ ഓർപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തെ ഓർപ്പിക്കണം എന്നുണ്ടെങ്കിൽ വിളക്ക് കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ മറ്റുള്ള ഒന്നും കൊണ്ട് ദൈവത്തെ ഓർമ്മിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവികമായ സാന്നിധ്യത്തിൽ ദൈവവുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ദൈവ ശബ്ദം കേട്ട് ഉയരത്തിലേക്ക് നോക്കി നമ്മൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവികമായ ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ നടക്കേണ്ടുന്ന വഴികൾ ഇതാണ് വഴി എന്ന് പറഞ്ഞ് ദൈവശബ്ദം നമ്മുടെ മുന്നിലും പിന്നിലുമായി കടന്നു പോകുമ്പോൾ അത് കേട്ടതിന്റെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ ഓർക്കുന്നവരായിരിക്കണം. ദൈവവചനത്തിന്റെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ഇന്ന് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മ്ലേച്ഛതകൾ കൊണ്ട് അനേകം സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുന്ന ജനം, യുവതലമുറകൾ എവിടേക്ക് ഇത് കടന്നു പോകുന്നു? നമ്മൾ ചുറ്റുപാടുകളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാരകമായ രോഗങ്ങൾ, മാരകമായിട്ടുള്ള പല പല അവസ്ഥാവിശേഷങ്ങൾ, രോഗങ്ങൾ എന്തുകൊണ്ട് വരുന്നെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രീതിയിൽ ലോകം അതിന്റെ അധപ്പതനത്തിലേക്ക് കടന്നു പോകുന്നു. ഈ കാലയളവിൽ ദൈവജനം ഒന്നു മാത്രം ചിന്തിക്കണം, ദൈവം എന്നെ ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ടോ അത് ദൈവം കേൾക്കുന്നില്ല? ദൈവജനമേ, നമ്മൾ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടേതായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള ആലോചനകൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു സന്തോഷകരമായ ജീവിതം നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം ഒരു മനുഷ്യനെ ഏത് രീതിയിലേക്ക് ആക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നുമോ ഓരോ വ്യക്തിക്കും ദൈവം ഓരോ താലന്തുകൾ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. 1 താലന്തും 2 താലന്തും 5 താലന്തും ഏൽപ്പിച്ച വ്യക്തി ജീവിതങ്ങൾ അത് ഏത് രീതിയിലാണ് അത് വ്യാപാരം ചെയ്ത് ഏത് രീതിയിലാണ് ദൈവത്തിന് പ്രസാദകരമായി തീരുന്ന രീതിയിൽ നമ്മൾ ആക്കി തീർക്കുന്നതെന്ന് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പലപ്പോഴും നമുക്ക് അതിനെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. ദൈവമേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ അനേകരുടെ അടുക്കിലേക്ക് നമ്മൾ കടന്നു പോകുന്നു, ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾക്ക് വലിയ വലിയ വിഷയങ്ങൾ അതിൻ്റെ മേലുണ്ട്. പക്ഷേ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുവാനോ ശ്രദ്ധയോടെ ദൈവത്തോടെ നമ്മുടെ കാര്യങ്ങളെ ഷെയർ ചെയ്യുവാനോ നമ്മൾക്ക് പലർക്കും കഴിയുന്നില്ല. ദൈവസന്നിധിയിൽ നമ്മൾക്ക് ആയിരിക്കുമ്പോൾ ദൈവവുമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ രഹസ്യത്തിലുള്ള നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ നമ്മുടെ വിഷയവുമായി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ദൈവത്തോടും കൂടി ഇത് ഷെയർ ചെയ്യുവാൻ തക്കതുപോലെ ദൈവം നമ്മളുമായിട്ടൊരു ബന്ധം ഏത് രീതിയിലായിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മൾ നമ്മുടെ വിഷയങ്ങളിൽ പലപ്പോഴും പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ വിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ എല്ലാം കഴിഞ്ഞ് അവസാനം ചെന്ന് കൂടുന്ന ഒരവസ്ഥയാണ് ദൈവികമായ സന്നിധി. സ്വന്തമായ ആഗ്രഹപ്രകാരം സ്വന്തമായ ചിന്തപ്രകാരം അനേക ഇടങ്ങളിലേക്ക് ഓടി അവിടെ എങ്ങും ഒരാശ്വാസം ലഭിക്കാതെ കടന്നു വന്ന് അവസാനം സകലത്തും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ശൂന്യതയിൽ നിന്ന് സകലത്തിനെ ഉളവാക്കിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളായി തീരുമ്പോൾ മാത്രമേ ദൈവികമായ സാന്നിധ്യം ദൈവികമായ അനുഗ്രഹം നമുക്ക് യഥാർത്ഥമായി കിട്ടത്തുള്ളൂ. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു എന്ന് പറയുവാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അതിൻ്റെതായ രീതിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്ക് നമ്മൾ ഭാരപ്പെട്ട് ലോകത്തിന്റെ പുറകെ ഓടുന്നു. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, അവിടെ ഒരു ദൈവദാസനുണ്ട്, അവിടെ ചെന്നാൽ എനിക്കൊരു വിടുതലുണ്ട്, അവിടെ ചെന്ന് ഇന്ന വ്യക്തികളോട് ഇന്ന പ്രാർത്ഥനാ കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷയങ്ങൾക്ക് അതിന് മറുപടി കിട്ടും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുടെ ദൈവിക സാന്നിധ്യം മറന്നുകൊണ്ട് നമ്മൾ അനേക ഇടങ്ങളിലേക്ക് ഓടുന്നു, അനേകരുടെ ഇടയിലേക്ക് നമ്മൾ അത് ഏൽപ്പിച്ചു കൊടുക്കുന്നു.
നമുക്കറിയാം ദൈവം നമ്മളെ ഓർക്കുന്നുണ്ടോ? ദൈവജനമേ, ഒരു പ്രാവശ്യം ചിന്തിച്ചു നോക്ക്, ദൈവം നമ്മളെ ഓർക്കുന്നുണ്ടോ? ദൈവം നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുന്ന തലമുറകളാണിപ്പോൾ. പക്ഷെ ദൈവം നമ്മളെ ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കണം? നോഹ നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ, നേരോടെ നിഷ്കളങ്കതയോടെ നടക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. നോഹയോട് പറഞ്ഞു, പെട്ടകം നീ ഉണ്ടാക്ക്, ഇന്ന അളവുകളിലെല്ലാം നീ പെട്ടകം ഉണ്ടാക്ക്. യാതൊരു കാര്യവും തിരിച്ചു ചോദിക്കാതെ നോഹ പെട്ടകം ഉണ്ടാക്കി. ദൈവം പറഞ്ഞതുപോലെ എല്ലാം തന്നെ നോഹ അനുസരിച്ചു. സകല ചരാചരങ്ങളിൽ നിന്നും ഈ രണ്ടെണ്ണത്തിനെ പെട്ടകത്തിനകത്താക്കി. അതിലുള്ള സകല അവർക്കുള്ള ആഹാരവും വെള്ളവും എല്ലാം തന്നെ ദൈവം നോഹയോട് കരുതാൻ പറഞ്ഞു. നോഹ അതുപോലെ തന്നെ ചെയ്തു. യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. എല്ലാം നോഹ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു, നോഹയ്ക്ക് തന്നെ പെട്ടകവും വാതിലടയ്ക്കാമായിരുന്നു. ദൈവത്തിന് അറിയാം ജലം പ്രളയം ഉണ്ടാകും, ജനം നെട്ടോട്ടം ഓടും, ജനം വേദന കൊണ്ടും മരിക്കും, ജനം വെള്ളം കുടിച്ചു മരിക്കും. എന്നാൽ അവർ ഈ പെട്ടകത്തിന്റെ ചുറ്റും വന്ന് കിടന്ന് കൊട്ടുമ്പോൾ ഇവന്റെ ഹൃദയം അലിഞ്ഞു പോയിട്ട് ഈ പെട്ടകം തുറന്നു പോയി കഴിഞ്ഞാൽ അത് വിനാശത്തിലേക്ക് ചെന്നെത്തും. ദൈവത്തിൻ്റെതായ ലക്ഷ്യ പദ്ധതി നടപ്പാക്കാൻ കഴിയയില്ല എന്ന് ദൈവം തമ്പുരാൻ ആലോചിച്ചത് കൊണ്ട് ദൈവം തന്നെ അതിന്റെ വാതിൽ അടച്ചു കളഞ്ഞു. ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ അതാർക്കും തുറക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അതാർക്കും അടയ്ക്കാനും കഴിയത്തില്ല. നോഹ വിചാരിച്ചു കാണും, വെള്ളം പൊങ്ങി അതിങ്ങനെ പെട്ടകം ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ പെട്ടകത്തിന്റെ ഓടി നടക്കലിൽ നോഹ അതിനകത്ത് ഇരുന്ന് ഇഷ്ടം പോലെ ആഹാരമുണ്ട്, അത് കഴിച്ച് സന്തോഷമായിട്ട് തന്റെ കുടുംബത്തോട് ചേർന്ന് ജീവിക്കുകയാണ്. ദിവസങ്ങളും കാലങ്ങളും കഴിഞ്ഞുപോയി. ഏകദേശം 150 ദിവസങ്ങളോട് അടുത്ത് കഴിഞ്ഞപ്പോൾ നോഹ വിചാരിച്ചു കാണും, ദൈവം എന്നെ ഓർക്കുന്നില്ലേ? ദൈവത്തിന്റെ സാന്നിധ്യമൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ഈ പെട്ടകത്തിൽ കയറിയപ്പോൾ വളരെ സന്തോഷമായിരുന്നല്ലോ, ആഹാരമൊക്കെയും തീരാറായി കഴിഞ്ഞല്ലോ, ദൈവം എന്നെ ഓർക്കുന്നില്ലേ? ദൈവ പൈതലെ, നമ്മൾ ഒന്ന് മാത്രം ഓർക്കണം. ഒരു കാലത്ത് ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ ജീവിച്ച്, ദൈവമില്ലാതെ ജീവിച്ച്, വിഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ ജീവിച്ചപ്പോൾ, ദൈവമാണെന്ന് വിചാരിച്ച് നമ്മൾ പലതിനെയും ആരാധിച്ച് പലതിന്റെയും പുറകെ പോയപ്പോൾ, ജീവനില്ലാത്ത വസ്തുക്കളുടെ മുമ്പിൽ നമ്മൾ നമസ്കരിച്ചപ്പോൾ അന്ന് നമ്മൾ ദൈവത്തെ അറിഞ്ഞില്ല. എന്ന് നമ്മൾ ദൈവത്തെ അറിഞ്ഞു. ദൈവത്തിന്റെ പെട്ടകത്തിനകത്ത് നമ്മൾ കയറിയെന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കൽ പോലും നമ്മളെ നഷ്ടമാക്കിക്കരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നോഹ ഓർത്തു കാണും, ഇത്രയും വെള്ളത്തിന്റെ പൊക്കത്തിൽ വന്നു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ദൈവം ഓർക്കുന്നില്ല? ദൈവ പൈതലെ, നീ ഒന്നു മാത്രം ഓർക്കണം. ദൈവമോട് പറയുന്നു, ദൈവം ഒരു കാറ്റടിപ്പിച്ചു. നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിലെ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ കടന്നു വരുമ്പോൾ നീ ഒരു പക്ഷേ പറയുമായിരിക്കും, ദൈവമേ, നീ എന്നെ ഓർക്കുന്നില്ലേ? ദൈവ പൈതലെ, നിന്നെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം കാറ്റടിപ്പിച്ചത്. എന്തിനു വേണ്ടി? ഒരരാരത്ത് പർവ്വതം നിനക്ക് വേണ്ടി അവൾ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഈ പെട്ടകത്തിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്തുകൊണ്ട്? പെട്ടകത്തിനകത്ത് കയറുവാൻ പറഞ്ഞത് ദൈവമാണ്, വാതിൽ അടച്ചത് ദൈവമാണ്. അതിനകത്ത് നടക്കുമ്പോൾ, അതിനകത്ത് നീ ഒരു പക്ഷെങ്കിൽ പലപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നീ വിഷമിക്കുമ്പോഴും ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നീ പെട്ടകത്തിൽ കയറിയെങ്കിൽ നിന്നെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നിന്നോടൊപ്പം ഇരിക്കുന്ന ദൈവമാണ് നിന്റെ ദൈവം, എന്റെയും ദൈവം. അരാരത്ത് പർവ്വതം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയവിടെ. എന്തിനു വേണ്ടി? നിന്റെ ആടി ഉലങ്ങിയ ഈ ജീവിതമാകുന്ന പെട്ടകം കൊണ്ട് ഉറപ്പിക്കാൻ വേണ്ടി. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ദൈവത്തിന് വേണമെങ്കിൽ ആ പെട്ടകത്തിനകത്തുനിന്ന് ഇവരെ ഇറക്കി വിടാമായിരുന്നു. എന്നാൽ അതല്ല. ഈ പെട്ടകത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കോ നമ്മുടേതായിട്ടുള്ള വിഷയങ്ങൾക്കോ ഒരു മറുപടി കണ്ടു എന്ന് ഇരിക്കത്തില്ല. ദൈവത്തിന്റെ സമയം വരെ നമ്മൾ കാത്തിരിക്കുമെന്നുണ്ടെങ്കിൽ, ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ ശക്തിയെ പുതുക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ ദൈവികമായ ആലോചനകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. തിരുവചനം ആദിയോട് അന്തം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ദൈവം എന്തു പറയുന്നു അതുപോലെ അനുസരിച്ചവരെ ദൈവം ഓർത്ത ദൈവമാണ്. അബ്രഹാമിനെ പഠിച്ചാൽ നമുക്കറിയാം, അവന്റെ അനുസരണയാണ് അവനെ നീതിയായിട്ട് കണക്കിട്ടത്. പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ കൂടുതൽ ദൈവം എന്തു പറഞ്ഞാലും അത് അനുസരിക്കുവാനുള്ള ഒരു അനുസരണ, നമുക്ക് ദൈവം പറയുന്ന അതേ രീതിയിൽ അനുസരിക്കും. ഒരു പക്ഷം ലോകപരമായി നോക്കുമ്പോൾ നമ്മളെ ഒരു പക്ഷം എന്നുണ്ടെങ്കിൽ മോശമായ രീതിയിൽ എണ്ണിയെന്നിരിക്കാം. ലോകപരമായി നോക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത വഴി മോശമെന്ന് മറ്റുള്ളവർ പറഞ്ഞെന്നിരിക്കാം.
പക്ഷെ ദൈവ പൈതലെ ഒന്ന് മാത്രം ഓർക്കണം, ഒരു കാലത്ത് നീ കഷ്ടതയിലും പ്രയാസത്തിലും നിരാശയിലും മറ്റുള്ളവരാൽ തള്ളപ്പെട്ടതായ ഒരു ജീവിതത്തിൽ ജീവിച്ചു. അവിടെ നിനക്ക് ആരും നിന്നെ ആശ്രയിക്കാനില്ലായിരുന്നു, നിനക്ക് ആരും സഹായം ചെയ്യാനില്ലായിരുന്നു. സഹായം വന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ പലരും വാക്കുമാറിപ്പോയപ്പോൾ വാക്കുമാറാത്ത ഒരു ദൈവം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രവർത്തിച്ചു. 180 ദിവസം കഴിഞ്ഞപ്പോൾ നോഹയുടെ പെട്ടകം അരാരത്തിൽ ഉറച്ചു. ദൈവശബ്ദം അവൻ കേൾക്കുകയാണ്. പിന്നത്തേതിൽ ദൈവജനമേ, നമ്മൾക്ക് എത്രമാത്രം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് പലതിനെ ചൊല്ലി വേവലാതിപ്പെട്ട് ഓടി നടക്കുകയാണ്. സമാധാനം എവിടെ, സന്തോഷം എവിടെ, എവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസം കിട്ടും? ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ യോസഫിനെ ഉൽപ്പത്തി പുസ്തകം 37-40 ഒക്കെ പഠിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് യോസഫിനെ കാണുവാൻ കഴിയും. അവൻ 2 സ്വപ്നം കണ്ടു എന്നല്ലാതെ അവൻ ഒന്നും തന്നെ ചെയ്തില്ല. ആ സ്വപ്നം തന്റെ സഹോദരന്മാരോടും പിതാവിനോടും പറഞ്ഞതല്ലാതെ അവൻ അവിടെ ഒന്നും തന്നെ ചെയ്തില്ല. അവൻ എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും പരിശോധനകളും അവന് വന്നു, എത്രമാത്രം നിന്നെ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ അവിടെയൊന്നും യോസഫ് പിറുപിറുത്തതായിട്ട് കേൾക്കുന്നില്ല. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് തന്റെ ജനത്തിന്റെ പിറുപിറുപ്പ്. അവിടെ ഒന്നും യോസഫിനെ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവന്റെ കൂടെയുള്ള കാരാഗ്രഹ പ്രമാണി പോലും, അവന്റെ പോത്തിഫറിന്റെ ഭവനത്തിലുള്ളവരും മറ്റനേക വ്യക്തി ജീവിതങ്ങളും അവനിൽ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി. ഫറവോൻ പോലും അവനിൽ ദൈവമുണ്ട്, ഇവനോട് കൂടെ ദൈവികമായ സാന്നിധ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. എന്തുകൊണ്ട്? ദൈവ പൈതലേ, നിന്റെ നടപ്പും ഇരിപ്പും നിന്റെ കൊടുക്കവാങ്ങലുള്ള മുഴുവനും ദൈവിക സാന്നിധ്യത്തിൽ, ദൈവികമായ സ്വഭാവത്തിലുള്ളതായി തീരട്ടെ. എപ്പോൾ അനുഗ്രഹം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അനുഗ്രഹം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിന്റെ പാതകളിൽ കൂടി നടക്കുന്നവരായിരിക്കണം. മറ്റുള്ളവർ നമ്മളെ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് പ്രശ്നമല്ല. യോസഫ്, എല്ലാവരും അവനെ പരിഹസിച്ചു, എല്ലാവരും അവനെ കല്ലെറിഞ്ഞു, എല്ലാവരും അവനെ കാരാഗ്രഹത്തിലേക്ക് ആക്കി തീർത്തു. എന്നാൽ ഇതൊക്കെ ആയിപ്പോഴും അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ ആശ്രയിച്ചു. ആരുടെ അടുക്കൽ? പാനപാത്രവാഹകന്റെ അടുക്കലേക്കും അപ്പക്കാരന്റെ അടുക്കലേക്കും അവനെ തന്നെ ആശ്രയിച്ചു. നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ. ദൈവജനമേ, ഒരു മനുഷ്യൻ ഓർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു പോയാൽ അവൻ ഒരിക്കലും ഓർക്കത്തില്ല. എന്നാൽ ദൈവം യോസഫിനെ ഓർത്തു കഴിഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തിന്റെ സെക്കൻഡായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള പദവിയിലേക്ക് യോസഫിനെ ദൈവം ഉയർത്തിയെടുത്തു. ഒരു പക്ഷേ ഈ അപ്പക്കാര പ്രമാണിയും കാരാഗ്രഹ പ്രമാണിയും പറഞ്ഞു കഴിയുമ്പോൾ, അവർ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവികമായി നിനക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹത്തിന്റെ പകുതി പോലും നിനക്ക് കിട്ടത്തില്ല. എന്നാൽ ദൈവം അവനെക്കുറിച്ച്, യോസഫിനെ കുറിച്ച് അനേക കാര്യങ്ങൾ ചിന്തിച്ച് കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന വ്യക്തി ജീവിതമായിരുന്നു യോസഫ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ കയ്യിലും ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അത് ഏത് രീതിയിൽ വ്യാപാരം ചെയ്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളതായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് മുന്നമേ ഒരു ഉദ്ദേശം ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കാൽക്കുലേഷനിലേക്ക് നമ്മൾ ചെല്ലുന്നിടം വരെയും നമ്മുടേതായിട്ടുള്ള പെട്ടകം ഒഴുകി നടന്നുകൊണ്ടേയിരിക്കും. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം യോസഫ് എത്ര കഷ്ടതകൾ അനുഭവിച്ചു, എത്ര വർഷങ്ങൾ അവൻ ഈ ദുരിതങ്ങൾ പിന്നിട്ടു. ആരും തന്നെ അവനെ സഹായിക്കുവാനോ എന്നും അവനെ നിന്ദിക്കപ്പെടുത്ത ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. എന്നാൽ അവന്റെ അവസാന നിമിഷങ്ങൾ നോക്കുമ്പോൾ 110 വർഷം അവൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ച് രാജ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും മറ്റുള്ളവർക്ക് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യോസഫ് മാത്രമായിരുന്നു. ദൈവജനമേ, നമുക്ക് കഴിയുമോ അതിനുവേണ്ടി? ദൈവം നമ്മളെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. ഒരു ഭക്തന്റെ ഉറച്ച വിശ്വാസം അതായിരിക്കണം. അവൻ ഓർത്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. നോഹയെ അവൻ ഓർത്തു. അവനോട് കൂടെയുള്ള സകലതിനെയും പെട്ടകത്തിനകത്ത് കയറ്റി സകലതിനെയും ദൈവം അനുഗ്രഹിച്ചു. ഹന്നായെ ദൈവം ഓർത്തു. 1 ശമൂവേൽ 1:19-20 പറയുന്നുണ്ട്, അവളെ ദൈവം ഓർത്തു. അവിടെ കണ്ണുനീരിനെ ദൈവം കണ്ടു. മറ്റുള്ളവരുടെ പെനീന അതുപോലുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളുടെ നിന്ദിക്കപ്പെട്ട അവസ്ഥകൾ അവൾക്ക് വേദനയോടെ അവൾ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിലേക്ക് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. ആരെയൊക്കെ ദൈവം ഓർത്തിട്ടുണ്ടോ?
ആരുടെയൊക്കെ കണ്ണുനീർ ദൈവസന്നിധിയിൽ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലൗകികമായ രീതിയിലുള്ള ഓട്ടത്തിന്, അനുഗ്രഹത്തിന് വേണ്ടി ഓടുമ്പോൾ നീ ഒരു കാര്യം മാത്രം ചിന്തിച്ചു കൊള്ളണം. ദൈവികമായ വഴികളിൽ കൂടാണോ ഞാൻ ഓടുന്നത്? ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ അനുഗ്രഹങ്ങൾ എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുമോ? നമ്മൾ ഓരോരുത്തരുടെയും വഴികളിൽ ഒന്ന് മാത്രമുണ്ട്, നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നിത്യത. നമ്മൾ ഈ ഓടുന്നതിനെല്ലാം ഒരേ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവോട് കൂടെ വാഴുക, കർത്താവിനോട് കൂടെ ചേരുക. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന വാസസ്ഥലത്തേക്ക് അവനോടൊപ്പം നമ്മളും ഇരിക്കുക. ദൈവജനമേ, ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ഇതൊന്നുമില്ലാതെ ജനം ഓടി നടക്കുമ്പോൾ, കണ്ണുകളെ കുരുട്ടാക്കി ഓടി നടക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഉയരത്തിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ പോക്ക് ഏത് രീതിയിലായിരിക്കുന്നു? നിന്റെ നടപ്പ് ഏത് രീതിയിലായിരിക്കുന്നു? യോസഫിനെ പോലെ ദൈവത്തിനു വേണ്ടി നിന്നെ കണ്ടു കഴിഞ്ഞാൽ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ തക്കതുപോലെ, യോസഫിൻ്റെതായിട്ടുള്ള സ്വപ്നം കണ്ടത് അവന്റെ 17-ാമത്തെ വയസ്സിലാണെങ്കിൽ അതിന്റെ നിവർത്തീകരണം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് വന്നത്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ, വെളിപ്പാട് വിവരിച്ചു കഴിയുമ്പോൾ, നിമിഷ നേരം കൊണ്ട് 3 ദിവസം കൊണ്ട് അപ്പക്കാരന്റെയും പാനപാത്രവാഹകന്റെയും വെളിപ്പാടിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വന്ന് അത് അതേ രീതിയിൽ നടന്നു എങ്കിൽ യോസഫ്